സോ ഫിറ്റിലെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം, ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ സാമ്പിൾ analysis of an examination result of 200 students were made. It was found that 46 students has failed, 68 secured third class, 62 second class and the rest were placed in the class 1. അതായത് ഒരു സാമ്പിൾ അനാലിസിസ് എക്സാമിനേഷന് സാമ്പിൾ അനാലിസിസ് നടത്തിയപ്പം അതിൽ 200 സ്റ്റുഡൻസ് സാമ്പിൾ അനാലിസിസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം അതിൽ 46 സ്റ്റുഡൻസ് ഫെയിലും ആയിട്ടുണ്ട്, 68 സ്റ്റുഡൻസ് തേർഡ് ക്ലാസ്സും പിന്നെ 62 ആൾക്കാർക്ക് സെക്കൻഡ് ക്ലാസ്സും, ബാക്കിയുള്ള ആൾക്കാർക്ക് എത്ര കിട്ടിയിരിക്കും? ഫസ്റ്റ് ക്ലാസ്സും ആണുള്ളത്. അപ്പോൾ നമുക്ക് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ആണ്. ഫെയിലായവർ 46, തേർഡ് ക്ലാസ് ഉള്ളവരാണെങ്കിൽ 68, സെക്കൻഡ് ക്ലാസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 62, പിന്നെ ഫസ്റ്റ് ക്ലാസ് 200 തന്നിട്ടുണ്ടല്ലോ, ടോട്ടൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് മൊത്തം സം ചെയ്തിട്ട് ബാക്കി എത്രയാണോ വരുന്നത് അവർക്കാണ് ഫസ്റ്റ് ക്ലാസ് ഉള്ളത്. ക്ലാസ് എത്രയാവും വരിക? 24 ആണ്. അതായത് 200 46 ക്യാൻസൽ ചെയ്യുക, പിന്നെ 32 68 പിന്നെ 62 ഒക്കെ ക്യാൻസൽ ചെയ്താൽ കിട്ടുന്നത് 24 ആണ് ഫസ്റ്റ് ക്ലാസ് ഉള്ളത്. ഈ ബാക്കി എന്താ പറഞ്ഞാൽ, ആഡ് ദീസ് ഫിഗേഴ്സ് commensurate with the general examination result which is in the ratio 2:3:3:2 for various respectively. അതായത് ഗുഡ്നെസ് ഓഫ് ഇറ്റ് ഇത് എഗ്രി ചെയ്യുന്നുണ്ടോ, എന്താണ് നമ്മുടെ ഗുഡ്നെസ് ഓഫ് ഇറ്റ് ആണ് വരാമെന്ന് ഈ ഒരു വാക്കിൽ നമുക്ക് മനസ്സിലാവാം. കോമൺസറേറ്റ് എന്നുള്ള വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് എക്സാമിനേഷൻ റിസൾട്ടുമായിട്ട്, അതായത് എക്സാമിനേഷൻ റിസൾട്ടിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ആ റേഷ്യോ ആയിട്ട് ഇത് കോമൺസറേറ്റ് ചെയ്യുന്നുണ്ടോ, എഗ്രി ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ റേഷ്യോ ആണ് നമ്മളുടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആയിട്ടുള്ളത്. റെസ്പെക്റ്റീവ്ലി വേരിയസ് കാറ്റഗറീസ് ആർ റെസ്പെക്റ്റീവ്ലി എന്നാണ്. അപ്പം 2 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയാണ്? ഇത് അവിടെ ഫെയിലല്ല ഫസ്റ്റ്. അപ്പോൾ ഫെയിൽ തേർഡ് ക്ലാസ്സിൻ്റെ 3 ആയിരിക്കും, സെക്കൻഡ് ക്ലാസ്സിൻ്റെ 3, ഫസ്റ്റ് ക്ലാസ്സിൻ്റെ 2, അങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്, ഓർഡർ വരുന്നത്. അപ്പോൾ ഇവിടെ റേഷ്യോ രീതിയിലായതുകൊണ്ട് നമുക്കതിനെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ 200 സ്റ്റുഡൻസിൻ്റെ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 200 ആണ്. അപ്പോൾ 200-ലെ 2 ഭാഗമാണ് ഫെയിലിയർ, 3 ഭാഗമാണ് തേർഡ് ക്ലാസ്, പിന്നെ 3 ഭാഗം അങ്ങനെ സെക്കൻഡ് ക്ലാസ് 2:2 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ്, ആ രീതിയിലാണ്. അപ്പോൾ നമുക്കത് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, എത്രയാണോ ഉള്ളത് ടോട്ടൽ എത്രയാണ്? 200 ആണല്ലോ സാമ്പിളിനായിട്ട് നമ്മളെടുത്ത സ്റ്റുഡൻസിൻ്റെ ടോട്ടൽ. 2 ഇത് എത്രയാണോ ടോട്ടൽ, 2 + 3 + 3 + 2 എത്ര? 10 × 200. അതായിരിക്കും ഫെയിലായിട്ട് വലുത് കിട്ടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 40. ഇനി 3 എങ്ങനെയാവും? 3/10 × 200 60. അടുത്തത് അതന്നെ, 3/10 × 200 = 60. ലാസ്റ്റത്തത് 2/10 × 200/40 = 40 ആയിരിക്കും. ഇതാണ് നമ്മളുടെ എക്സ്പെക്റ്റഡ് വാല്യൂസ്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഓർഡറിൽ തന്നെ എഴുതണം, കാരണം നമ്മൾ വേരിയസ് കാറ്റഗറീസ് റെസ്പെക്റ്റീവ്ലി ആണ്. അപ്പം 2ൻ്റെ ഫെയിലിയർ 3:3:2 ഇത് ഈ ഒരു ഓർഡറിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒബ്സർവ്ഡും കിട്ടി, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും കിട്ടി. അപ്പം നമുക്കെന്താ നമ്മളുടെ പ്രൊസീജിയറിലേക്ക് പോകാം. H0 എന്താ? നമ്മൾ ഗുഡ് ഫിറ്റ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എന്നിട്ട് നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ അപ്ലൈ chi-square ഫോർമുല അപ്ലൈ ചെയ്യുക. chi-square ഫോർമുല ഒബ്സർവ്ഡ് ഫ്രീക്വൻസി മൈനസ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. അപ്പം തേർഡ് സ്റ്റെപ്പിൽ പിന്നെ നമുക്ക് എന്താ? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ പറഞ്ഞു 0.05 ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം ഇതിലെന്താണ്? നമുക്ക് n-r-1 ആണ്. n ഇവിടെ എന്താണ്? കാരണം നമ്മുടെ ഒബ്സർവേഷൻസ് ആണ്. എത്ര ഒബ്സർവേഷൻ? 1 2 3 4 ആണ്. അപ്പം n = 4 ആണ്. r എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ആണ്. ഇവിടെ നമ്മൾ എന്തെങ്കിലും മീനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വേരിയൻസോ ഒന്നും ഫൈൻഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് r ഇവിടെ എന്താ? 0 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം = 4 - 0 - 1 നമുക്ക് 3 ആണ് കിട്ടുക. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടി. ഇനി നമുക്കെന്താ? അടുത്ത സ്റ്റെപ്പിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ഒബ്സർവ്ഡ് സമ്മേഷൻ ഓഫ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി മൈനസ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി.
നമ്മൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് എഴുതുന്നു. ഫസ്റ്റ് നമ്മൾ ഫെയിലിയർ ആയത് 46, പിന്നെ 68 തേർഡ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് 62, ഫസ്റ്റ് ക്ലാസ് 24, പിന്നെ എക്സ്പെക്റ്റർ 46ന് അനുപാതമായിട്ട് നമുക്ക് കിട്ടിയത് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ 40, പിന്നെ 60, പിന്നെ 60, പിന്നെ 40. ഇനി ഒബ്സർവ്ഡ് ഫ്രീക്വൻസി മൈനസ് എക്സ്പെക്റ്റർ ഫ്രീക്വൻസി നമുക്ക് കിട്ടുന്നത് 6, 8, 2 മൈനസ് 60. ഇനി അതിൻ്റെ സ്ക്വയർ നമുക്ക് കാണണം. സ്ക്വയർ 6ൻ്റെ സ്ക്വയർ 36, 8ൻ്റെ സ്ക്വയർ 64, 2ൻ്റെ സ്ക്വയർ 4, 16ൻ്റെ സ്ക്വയർ 256. കിട്ടിയിരിക്കുന്ന വാല്യൂസിനെ എക്സ്പെക്റ്റർ ഫ്രീക്വൻസി ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 36/40 നമുക്ക് കിട്ടുന്നത് 0.9. 64/60 നമുക്ക് വരുന്നത് 1.07. പിന്നെ ഗ്രാൻഡ് ടോട്ടൽ നമുക്ക് വരുന്നത് 0.9 + 1.0 8.437. ഇതാണ് സമ്മേഷൻ ഓഫ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ഇത് വരുന്നത് മൊത്തം വരുന്നത്. അപ്പോൾ നമ്മളുടെ chi² വാല്യൂ = 8.437. ഇനി ടേബിൾ വാല്യൂ നമുക്ക് എങ്ങനെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് 3 കിട്ടിയിട്ടുണ്ട്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05 ആണ്. അപ്പോൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.5ൽ 3ൽ വരുന്ന വാല്യൂ എത്രയാണ് നോക്കുക? 7.815. അപ്പോൾ ടേബിൾ വാല്യൂ = 7.815. 815 ആണ്. അപ്പോൾ ടേബിൾ വാല്യൂവിനേക്കാളും കുറഞ്ഞ വാല്യൂ ആണോ chi² വാല്യൂ? അല്ല, കൂടിയ വാല്യൂ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? H0 റിജക്റ്റ്. നമ്മൾ എന്താ സെറ്റ് ചെയ്തിരിക്കുന്നത്? H0 ഗുഡ് ഫിറ്റ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി അല്ലേ? അപ്പോൾ ഇവിടെ എന്താ? ദർ ഈസ് നോ ഗുഡ് ഫിറ്റ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയാം. അപ്പം എന്താ കാരണം? അത് H0 റിജക്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്.